കേരളത്തോട് വീണ്ടും കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനും കുടപിടിക്കാത്തതിനും കേരളത്തിന് വീണ്ടും വലിയ തുക നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്ക് കടുത്ത അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾ പ്രകാരം കേരള സർക്കാരിന് അർഹതയുള്ള 1500.27 കോടി രൂപയുടെ ധനസഹായം തടഞ്ഞുവെക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ കേരളം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഔപചാരികമായി അംഗീകരിക്കാൻ നിർബന്ധിക്കുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിടാൻ നിർബന്ധിച്ചുകൊണ്ടാണ് കേന്ദ്രം ധനസഹായം തടഞ്ഞുവെച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഫെഡറൽ സ്വയംഭരണത്തിന്റെയും വിദ്യാഭ്യാസ നയ ഭിന്നതകളുടെയും അടിസ്ഥാനത്തിൽ കേരളം ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള വിയോജിപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ NCERT ജനറൽ കൗൺസിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഈ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങൾക്കിടയിലും കേന്ദ്ര സർക്കാർ നിലപാട് പുനഃപരിശോധിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. റിട്ട് പെറ്റീഷൻ നമ്പർ 260/2025 GS മണി വേഴ്സസ് തമിഴ്നാട് ഗവൺമെന്റ് ആൻഡ് മറ്റുള്ളവർ എന്നതിലെ സുപ്രീം കോടതിയുടെ സമീപകാല വിധി ഈ വിഷയത്തെ മുൻനിർത്തിയുള്ള നിയമപരമായ സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ NEP നടപ്പിലാക്കാനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പിടുവാനുമുള്ള നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകണമെന്ന് ബന്ധപ്പെട്ട കേസിൽ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം അധികാര പരിധി ഉണ്ടെങ്കിലും NEP 2020 പോലുള്ള ഒരു പ്രത്യേക നയം രൂപീകരിക്കാൻ ഒരു സംസ്ഥാനത്തെ നിർബന്ധിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി ഹർജി തള്ളി. അത്തരം കാര്യങ്ങളുടെ ഏതെങ്കിലും പരിശോധന ഉചിതമായ നടപടിക്രമങ്ങൾക്കുള്ളിൽ നടക്കണമെന്നും ഈ പ്രത്യേക ഹർജിയുടെ പശ്ചാത്തലത്തിലല്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഫണ്ട് നിഷേധത്തിനും സുപ്രീം കോടതിയുടെ സൂക്ഷ്മമായ നിലപാടിനും തുടർച്ചയായി കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ നിയമപരമായ വഴികൾ കേരള സർക്കാർ ഇപ്പോൾ സജീവമായി തേടുകയാണ്. NEP സംബന്ധിച്ച് സമാനമായ ആശങ്കകൾ പങ്കിടുന്ന തമിഴ്നാട് സർക്കാരുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2 തവണ ഫോണിൽ തമിഴ്നാട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി ആശയവിനിമയം നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏകോപിതമായ നിയമ നയതന്ത്രങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ തമ്മിൽ ഒരു സംയുക്ത യോഗം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കടുത്ത നിയമ നടപടിയുമായി തന്നെ ഇതിനെ കേരളം നേരിടുമെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോലും ഇല്ലാതാക്കുന്ന ഇവരുടെ ഇത്തരം കിരാത നടപടികൾ നടത്തിയല്ല സംസ്ഥാനങ്ങളെ സമ്മർദ്ദപ്പെടുത്തേണ്ടത് എന്ന് കുറഞ്ഞപക്ഷം നരേന്ദ്രമോദി സർക്കാർ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾ വളർന്നു വരുന്ന നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവ മുളയിലേ നുള്ളാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് കേരളം കുടപിടിക്കില്ല.